കർത്താവ് സഹായിക്കട്ടെ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 27 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ച് നിർത്തിയിരിക്കുന്നത്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 27 വരെ വാക്യങ്ങൾ നമുക്ക് ധ്യാനിപ്പാൻ ഈ കഴിഞ്ഞ ഒരാഴ്ചകളിലൊക്കെ കർത്താവ് നമ്മളെ സഹായിച്ചു. കർത്താവിന്റെ കൃപയാല് അത് വേഴ്സ് ബൈ വേഴ്സ് ആയിട്ട് ഓരോ വാക്യങ്ങളായിട്ട് എടുത്ത് ധ്യാനിപ്പാനും, അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിലാണ് നമ്മൾ ക്രിസ്തുയേശുവിന്റെ അത്യുന്നതമായ പദവിയെക്കുറിച്ച്, അതിശ്രേഷ്ഠമായ പദവിയെക്കുറിച്ച് നമുക്ക് ചിന്തിപ്പാന് ഈ 1-ാം അധ്യായത്തിൽ ദൈവം സഹായിച്ചു. കൊലോസ്യ ലേഖനം ക്രിസ്തുവിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ക്രിസ്തുവിന്റെ നിറവിനെ വർണ്ണിക്കുന്നു. ക്രിസ്തു ആണ് ആ പൊരുളെന്ന് വിളിച്ചു പറയുന്ന ആ ലേഖനമാണ് കൊലോസ്യ ലേഖനം. എല്ലാ ജ്ഞാനവും പരിജ്ഞാനവും ക്രിസ്തു വസിക്കുന്നു. ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ക്രിസ്തുവിന്റെ രൂപമായി വസിക്കുന്നു. അങ്ങനെ ദൈവസഭയെ ക്രിസ്തുവേശുവിന്റെ അത്യുന്നതമായ ആ ശ്രേഷ്ഠമായ പദവിയിലേക്ക് ദൈവജനത്തിന്റെ ശ്രദ്ധയെ കേന്ദ്രീകരിച്ചുകൊണ്ട് സകല ദുരുപദേശങ്ങളെ ചെറുക്കുവാൻ തക്ക എതിർത്ത് നിന്നുകൊണ്ട് ഒരു ദുരുപദേശങ്ങളെ കാറ്റിനാലും അലഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിപ്പോകാതെ ദൈവസഭ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുവാൻ ആഹ്വാനം കൊടുക്കുന്ന ഒരു അനുഗ്രഹീത ലേഖനമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലേഖനം ചിന്തിക്കുമ്പോൾ നമുക്ക് ക്രിസ്തുവിനെ കുറിച്ചുള്ള അധികമായ ദൈവിക വെളിപ്പാടുകളെ പ്രാപിപ്പാൻ, ദൈവത്തിന്റെ അറിവുകളെ പ്രാപിപ്പാൻ കർത്താവ് സഹായിക്കുന്നുണ്ട്. അത് വീണ്ടും വീണ്ടും വായിക്കാനും ധ്യാനിപ്പാനും കേൾക്കുവാനും നമുക്കത് ഉറപ്പായി തന്നെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാനും കർത്താവ് സഹായിക്കട്ടെ. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ക്രിസ്തുവിടെ ലഭിക്കുന്നതെന്നും ക്രിസ്തു ആരാകുന്നുവെന്നും ആ ക്രിസ്തുവിന്റെ അത്യുന്നത പദവി എങ്ങനെയാണെന്നും മനുഷ്യ രൂപത്തിൽ എങ്ങനെയാണ് ദൈവപുത്രൻ വെളിപ്പെട്ടത്, എപ്രകാരമാണ് അപ്പോസ്തലന്മാർ നോക്കിക്കണ്ടതെന്നും അവരനുഭവിച്ചത്, നമ്മളിപ്പോഴും ഇപ്പോഴും എങ്ങനെയാണ് ആ ക്രിസ്തുയേശുവിന്റെ വെളിപ്പാടിനാൽ ജീവിക്കുന്നതും ഒക്കെ നമുക്ക് ചിന്തിപ്പാൻ കർത്താവ് കൃപ ചെയ്ത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു നിർത്തിയത് മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു. 27-ാം വാക്യം അവസാന ഭാഗം, ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചു. അതായത് ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നു. ക്രിസ്തു നമ്മളിൽ ഇരിക്കുമ്പോൾ നമുക്ക് എന്ത് പ്രത്യാശയാണുള്ളത്? മഹത്വത്തിന്റെ പ്രത്യാശ. ക്രിസ്തുവിന്റെ അധിവാസം നമുക്ക് തരുന്ന അഷ്വറൻസ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഗ്ലോറിയെ കുറിച്ചാണ്. ക്രിസ്തുവിന്റെ ഗ്ലോറി, ക്രിസ്തുവിന്റെ ആ മഹത്വമായ ആ തേജസ്കരണത്തോടുകൂടി, ആ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടിയുള്ള ക്രിസ്തുവിന്റെ ആ ഉയർത്തെഴുന്നേൽപ്പ്, ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ലഭിക്കുന്ന വലിയ പ്രത്യാശയാണ്. അതുപോലെ തന്നെ ഞങ്ങളും ആ മഹത്വത്തെ പ്രാപിക്കും, ആ തേജസ്സിനെ പ്രാപിക്കും. അതുകൊണ്ട് മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തുവിൽ ഇരിക്കുന്നു എന്നുള്ള ഭാഗം ചിന്തിച്ചാണ് നമ്മൾ നിർത്തിയത്. റോമാലേഖനത്തിൽ നിന്നും നമ്മൾ ചിന്തിച്ചു. റോമാലേഖനം 8-ാം അധ്യായം 10-ാം വാക്യം ചിന്തിച്ചു. ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നു, നമ്മളെ ഉയർപ്പിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് മരിച്ചൊരുന്ന് ക്രിസ്തുവിനെ ദൈവം ഉയർപ്പിച്ച അതേ വിധത്തിൽ നമ്മൾ വസിക്കും നമ്മുടെ ആത്മാവിനെ കൊണ്ട് നമ്മുടെ ഭക്ത ശരീരങ്ങളെയും ജീവിപ്പിക്കും. ആ ജീവിപ്പിക്കും എന്നുള്ള പ്രത്യാശയ്ക്ക് പറയുന്ന പേരാണ് മഹത്വത്തിന്റെ പ്രത്യാശ. മഹത്വത്തിന്റെ പ്രത്യാശ അതാണ്. അതായത് കർത്താവിനെ മരിച്ചവരിൽ നിന്ന് എങ്ങനെ ഉയർപ്പിച്ചുവോ പിതാവായ ദൈവം, അതുപോലെ നമ്മൾ വസിക്കുന്ന ക്രിസ്തുവിന്റെ ആത്മാവിനെ കൊണ്ട് നമ്മളെയും നമ്മുടെ ഭക്ത ശരീരങ്ങളെയും ജീവിപ്പിക്കും. ജീവിപ്പിച്ചേക്കാം എന്നല്ല, ജീവിപ്പിക്കും. അഷ്വറൻസ് ആണ്. അഷ്വറൻസ് എപ്പോഴും അങ്ങനെയാണ്, ജീവിപ്പിക്കും, അതങ്ങനെ സംഭവിക്കും, അതിന് യാതൊരു മാറ്റവും ഇല്ല എന്നുള്ള ഉറപ്പ്, ആ അഷ്വറൻസ് ആണ് നമ്മളിൽ നിറഞ്ഞിരിക്കുന്നത്. അത് നിറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. 28-ാം വാക്യം, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ, ഇങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഔന്നത്യവും കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി ലഭിച്ച നീതീകരണവും നിരപ്പും അത് നിമിത്തമുള്ള നമുക്ക് ലഭിച്ച പദവികളും ക്രിസ്തു നമ്മളിൽ വസിക്കുന്നതുകൊണ്ട് നമുക്കുണ്ടായിരിക്കുന്ന അഷ്വറൻസും ഒക്കെ പറഞ്ഞിട്ട് അപ്പോസ്തലൻ പറയാണ്, ഈ ക്രിസ്തുവിനെ, അതാണ് അവിടെ ഇതുകൊണ്ട് ഈ ക്രിസ്തുവിനെ ഇപ്രകാരം നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വെളിപ്പെടുത്തുന്ന ഈ കർത്താവിനെ, അവനെ എന്ന് നമ്മുടെ മലയാളത്തിൽ പറയുമ്പോൾ, ഈ ക്രിസ്തുവിനെ നിങ്ങളെ അറിയിക്കുന്നതിൽ, ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്
ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അതുപോലെ തന്നെ 2-ാം അധ്യായം കണ്ടിന്യൂ ചെയ്യുമ്പോൾ, നിങ്ങൾക്കും ലവദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത, അത് ഒരേ സബ്ജക്റ്റ് ആയിട്ടാണ് ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നത്, കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അപ്പം ഇതൊരു പോർഷനാണ് അപ്പോസ്തലനായ പൗലോസിന്റെ ഹാർഡ് വർക്കിനെ കുറിച്ചാണ്. ഹാർഡ് വർക്ക് ആൻഡ് സ്ട്രഗിൾ ഫോർ ദ ചർച്ച്. സഭയ്ക്ക് വേണ്ടിയുള്ള അപ്പോസ്തലന്റെ കഠിനാധ്വാനവും പോരാട്ടവും അതിനെ വെളിവാക്കുന്ന വാക്യങ്ങളാണ് ഇവിടെ വായിച്ചത്. ഒന്ന് കൊലോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 28 മുതൽ 2-ാം അധ്യായത്തിന്റെ ഈ 1-2 വാക്യങ്ങളും വായിച്ചത്. അപ്പം അപ്പോസ്തലന്മാർ സഭയോടുള്ള ബന്ധത്തിൽ എത്രമാത്രം അവർ തീഷ്ണതയോടെ ആത്മഭാരം എന്നുള്ളത് വ്യക്തമാക്കുന്ന, അങ്ങനെ അവർക്ക് പോരാട്ടം കഴിക്കത്തക്ക രീതിയിലുള്ള സാഹചര്യം എന്താണെന്ന് ഇപ്പൊ ഈ കൊലോസ് ലേഖനം മറ്റു ലേഖനങ്ങളുടെ പശ്ചാത്തലം പഠിച്ച് നമുക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ് അവർക്ക് സഭയ്ക്ക് വേണ്ടി ഇത്ര കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നത്, സഭയ്ക്ക് വേണ്ടി ഇത്രയും പോരാട്ടം കഴിക്കേണ്ടി വരുന്നത്. അവർക്ക് ഹാർഡ് വർക്ക് ചെയ്യണം, അവർക്ക് ഭയങ്കര സ്ട്രഗിളാണ്. നമുക്കറിയാം ആ സ്ട്രഗിള് എന്താണ്, എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയും നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം അങ്ങനെ അവർ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഹാർഡ് വർക്ക് ചെയ്ത് ആ സ്ട്രഗിളോടുകൂടെ പ്രാർത്ഥന കഴിച്ച് ദൈവവചനങ്ങളെ അറിയിച്ച് ഓരോ വ്യക്തിയെ ഉപദേശിച്ചും പ്രബോധിപ്പിച്ചു അല്ലെങ്കിൽ നിലനിർത്തിയില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ദുരുപദേശങ്ങളാൽ സഭ പൂർണ്ണമായും പിടിക്കപ്പെട്ട് ദൈവസഭയുടെ ആ അടിസ്ഥാനം തന്നെ മറിച്ചു കളയും. അതിന് അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലന്മാരെല്ലാം തങ്ങളുടെ ജീവിതത്തെ ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു. കർത്താവിന് വേണ്ടി സുവിശേഷം അറിയിക്കുവാനുള്ള മിഷൻ ഫീൽഡിൽ അവർ ഡെഡിക്കേറ്റഡ് ആയിരുന്നത് പോലെ തന്നെ അവർ ചർച്ച് മിനിസ്ട്രിയിൽ ദൈവസഭയുടെ ആ അടിസ്ഥാനപരമായ നിലനിൽപ്പിൽ അവരുടെ ലൈഫ് ടോട്ടലി ഡെഡിക്കേറ്റഡ് ആയിരുന്നു. അതിൽ ആ പോരാട്ടം കഴിക്കുന്നതിൽ അവർക്ക് ക്ലേശം തോന്നിയിരുന്നില്ല. അത് ദുരുപദേശം മറുവശത്ത് വന്നതുകൊണ്ട് ആ ദുരുപദേശത്തെ കുറിച്ച് ആവലാതി പറയുന്നതിനേക്കാൾ അപ്പുറം യഥാർത്ഥമായും ദൈവമക്കൾ ആ ദുരുപദേശത്തിൽ പെട്ടുപോകാതിരിക്കാനുള്ള കഠിനാധ്വാനവും പോരാട്ടവും അവർ കഴിച്ചിരുന്നു. കേവലം ആവലാതികളും പരാതികളും അല്ലെങ്കിൽ ദുരുപദേശം കൊണ്ടുവരുന്നവരെ കുറിച്ച് ഉള്ള ഒരു കുറ്റപത്രമൊന്നും ഉണ്ടാക്കുകയല്ലായിരുന്നു അവരുടെ ലക്ഷ്യം. മറിച്ച് അവർക്കൊരു ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, അവരുടെ ആയുസ്സുള്ള കാലത്തോളം സത്യസഭ സത്യവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കണം. അതിനുവേണ്ടി അവരവരുടെ ജീവിതത്തെ സമർപ്പിച്ചു. ആ സമർപ്പണത്തിന്റെ സമർപ്പണ ഭാവത്തെ, ആ ദൈവവേലയുടെ തീഷ്ണതയെ എടുത്തു കാട്ടുന്ന പദങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചത്, നമ്മളിവിടെ വായിച്ചത്. അതാണ് അപ്പോസ്തലൻ തുടക്കത്തിൽ 24-ാം വാക്യം നമ്മൾ ചിന്തിച്ചപ്പോഴും 25 ഒക്കെ ചിന്തിച്ചപ്പം പറഞ്ഞത്, എന്നിൽ ദൈവം ഞാൻ പോയി അന്വേഷിച്ച് കണ്ടെത്തിയ ജോലിയല്ല ഇത്, ദൈവം എന്നെ ഭരമേൽപ്പിച്ചതാ. ഈ തിരിച്ചറിവ് അപ്പോസ്തലന് ഉണ്ടായിരുന്നു. കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാണ്. അങ്ങനെ ആർക്കെങ്കിലും ചെന്ന് കർത്താവിനെ തെരഞ്ഞെടുത്ത് കർത്താവിന്റെ സഭയുടെ അംഗമായി തീരാൻ പറ്റത്തില്ല. ആർക്കെങ്കിലും അങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വേക്കൻസി കണ്ടിട്ട് ഇങ്ങനെ മിനിസ്ട്രിയിൽ ഇൻവോൾവ് ആകാൻ പറ്റത്തില്ല. ദൈവസഭയുടെ ശുശ്രൂഷകരായി തീരണമെങ്കിൽ ദൈവം അപ്പോയിന്റ് ചെയ്യണം. ദൈവവേലയ്ക്ക് പങ്കാളിത്തം വഹിക്കണമെങ്കിൽ ദൈവം അപ്പോയിന്റ് ചെയ്യണം. ദൈവത്തിന്റെ മക്കളായി തീരണമെങ്കിൽ ദൈവം തെരഞ്ഞെടുക്കണം. അപ്പൊ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്, ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റ്, ഇവയെ കുറിച്ച് വ്യക്തമായ ബോധ്യം അപ്പോസ്തലനായ പൗലോസിന് ഉണ്ടായിരുന്നു. അത് കൊലോസ്യ വിശ്വാസികളെ ബോധിപ്പിച്ചിട്ട് അവർക്കൊരു ഉറപ്പ് കൊടുക്കുകയാണ്,
നിങ്ങളുടെ അടുത്തേക്ക് ജ്ഞാനവാദം കൊണ്ടും യഹൂദ മര്യാദകളും സമ്പ്രദായങ്ങളും കൊണ്ട് വരുന്ന ആൾക്കാരെ പോലെ അല്ല ഞാൻ. അവർ അത് സ്വയം പ്രഖ്യാപിത ഉപദേശകരായി സ്വയം അവർ ആ സ്ഥാനത്തേക്ക് കയറിക്കൊണ്ട് ദൈവസഭയുടെ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെ ഉറ്റുനോക്കിക്കൊണ്ട് വീണ്ടും അടിമനുഖത്തിൽ നിന്ന് പുറത്തു വന്നവരെ വീണ്ടും അടിമനുഖത്തിലേക്ക് ബന്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പോസ്തലന് നല്ല വ്യക്തമായിട്ട് അറിയാം, ഞാൻ ഈ ചെയ്യുന്ന ശുശ്രൂഷ കർത്താവ് എന്നെ ഭരമേൽപ്പിച്ചതാണ്. അത് അപ്പോസ്തലൻ പല പ്രാവശ്യം എടുത്തു പറയുന്നുണ്ട്. നമ്മളത് മുന്നമേ ചിന്തിച്ചതാണ്. അതായത് 1:24 ഞാൻ പറയുന്നുണ്ട്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങൾ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ കുറേണ്ട. അത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതായത് എനിക്ക് നന്നായിട്ട് അറിയാം, ഞാനത് ചെയ്യുമ്പോൾ എനിക്കത് ഞാൻ സന്തോഷിച്ചെന്നാ പറയുന്നത്. അതേസമയം ഒരാള് ദൈവം ഭരമേൽപ്പിച്ചത് കൊണ്ടാണ് അപ്പോസ്തലന്റെ ആ സന്തോഷം നിലനിന്നത്. ആ സന്തോഷത്തിൽ നിലനിന്നുകൊണ്ട് പറയാണ്, നിങ്ങൾക്ക് വേണ്ടി 25-ാം വാക്യം ഓൾറെഡി നമ്മൾ ധ്യാനിച്ചതാ. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിച്ച് ചിന്തിച്ചതാണ്. അപ്പോസ്തലൻ പറയാണ്, God has given me the responsibility of serving his church. I have taken the responsibility എന്നല്ല, God has given me the responsibility of serving his church. എന്താണ് പ്രത്യേകത? By proclaiming his entire message to you. ദൈവവചന പ്രഘോഷണം നിവർത്തിക്കേണ്ടതിന്. അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? യാതൊരു വിധത്തിലും ഒരു ദുരുപദേശത്താലും നിങ്ങൾ ആടി വിളഞ്ഞു പോകാതിരിക്കത്തക്ക ആ പൂർണമായ ദൈവവചനം മറ്റൊരു പ്രവർത്തികളാലും അല്ല ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നതെന്നുള്ള വ്യക്തമായ അതിനെ വെളിവാക്കിക്കൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്ന ദൈവവചനത്തിനകത്ത് യാതൊരു മായവും ചേർക്കാതെ, മാനുഷികമായ കൽപ്പനകൾ ചേർക്കാതെ, മാനുഷികമായ സമ്പ്രദായങ്ങൾ ചേർക്കാതെ, മനുഷ്യന്റെ യാതൊരു വിധമായ സ്വാധീനമില്ലാതെ ദൈവവചനം, മനുഷ്യന്റെ വചനമല്ല. അതുകൊണ്ടാണ് പറയുന്നത്, God has given me the responsibility of serving his church by proclaiming his entire message to you. ഒരു ഭാഗികമായ സന്ദേശമല്ല ഞാൻ നിങ്ങൾക്ക് സഭയ്ക്ക് കൊടുക്കുന്ന, പിന്നെയോ ഒരു മുഴുവനായ എൻറ്റയറായ, അതിനകത്ത് വേറെ ആർക്കും ഒന്നും കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ല. അതിനകത്ത് ഒരു സമ്പൂർണമായ സുവിശേഷം, ദൈവത്തിന്റെ വചനം പ്രഘോഷിപ്പാൻ ദൈവം എനിക്ക് ഉദ്യോഗം അല്ലെങ്കിൽ എന്നെ നിയോഗിച്ചിരിക്കുന്നു. ആ ഉത്തരവാദിത്വം എന്റെ തോളിൽ തന്നിരിക്കുന്നു. ഈ ഉത്തരവാദിത്വം തോളിൽ ഉള്ളത് കൊണ്ടാണ് തനിക്ക്, അതായത് ദൈവം ഒരു ഉത്തരവാദിത്വം കൊടുത്തുകൊണ്ടാണ് വർക്ക് ചെയ്യേണ്ടി വരുന്നത്. വർക്ക് ചെയ്യേണ്ടി വരുന്നതുകൊണ്ടാണ് കഠിനമായി വർക്ക് ചെയ്യേണ്ടി വരുന്നത്. കഠിനമായി വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യുന്നു? സ്ട്രഗിൾ ഉണ്ട് അതിനകത്തൊരു പോരാട്ടമുണ്ട്. ഇത് എവിടുന്ന് ആരംഭിച്ചതാ? ദൈവത്തിന്റെ നിയോഗപ്രകാരം തന്റെ മേൽ വെച്ചിരിക്കുന്ന ദൈവികമായ ഉത്തരവാദിത്വം, പൂർണമായ ദൈവവചനം. ഒന്നും മനുഷ്യന്റെ കയ്യാലോ മനുഷ്യന്റെ പ്രയത്നത്താലോ മനുഷ്യന്റെ ഇഷ്ടത്താലോ സ്വാധീനത്താലോ ഒന്നും കൂട്ടിച്ചേർക്കാത്ത ദൈവത്തിന്റെ പൂർണമായ രക്ഷയുടെ വചനം, അതിൽ നിലനിൽക്കുന്ന വചനം, അവന്റെ മഹത്വത്തിന്റെ പ്രത്യാശയിൽ പങ്കാളിയാകുന്ന വചനം, അതിനെ പൂർണ്ണമായി പ്രഘോഷിപ്പാനുള്ള നിയോഗമാണ് ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെയുള്ള നിയോഗങ്ങൾ ഉള്ളവർക്ക് എന്തൊരു പ്രശ്നമുണ്ടെന്നറിയാമോ? അങ്ങനെ നിയോഗമുള്ളവർക്ക് സില്ലിയായിട്ട് അതിനെ എടുക്കാൻ പറ്റത്തില്ല. അവർക്ക് ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ എന്താണ് അപ്പോൾ മറുവശത്തുനിന്നുണ്ടാകുന്ന പ്രതിസന്ധികൾ, മറുവശത്തുനിന്നുണ്ടാകുന്ന ഉപദേശങ്ങളെ ചെറുക്കണമെങ്കിൽ, മറുവശത്തുനിന്നുണ്ടാകുന്ന ഉപദേശങ്ങളിൽ ജനം വീണു പോകാതിരിക്കണമെങ്കിൽ, ദൈവം നിയോഗം ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വേലക്കാർ, ഉത്തരവാദിത്വം തോളിലുള്ളവർക്ക് പലപ്പോഴും കഠിന അധ്വാനം ചെയ്ത് പോരാടേണ്ടതായി വരും. അതിനെ ഉദ്ദേശിച്ചാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്, സോ വി ടെൽ അതേഴ്സ് അബൌട്ട് ക്രൈസ്റ്റ്. ഞങ്ങൾ ക്രിസ്തുവിനെയാണ് അറിയിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് വരുന്നവർ പല കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത്
നിങ്ങളുടെ ക്രിസ്തുവിലുള്ള ഗലാത്യരോട് പറയുന്നുണ്ട് പല അവസരങ്ങളിൽ പലയിടത്ത് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെ ഒന്ന് സ്പൈ ചെയ്യാൻ വരുന്നവർ. ഇത്രയ്ക്കും സ്വാതന്ത്ര്യമോ ജാതികൾക്ക്? ഇത്രയ്ക്കും സംതൃപ്തിയോ? ഒരു പ്രമാണങ്ങളും അനുസരിക്കാതെ, ന്യായപ്രമാണത്തിന് ഒരു കൽപ്പനകളും ആചരിക്കാതെ, മോശയുടെ ന്യായപ്രമാണത്തിന് അല്പം പോലും കാത് കൊടുക്കാതെ, ജീവിതം കൊടുക്കാതെ, കൈ കൊടുക്കാതെ, സമയം കൊടുക്കാതെ, ഈ പ്രമാണങ്ങളൊന്നും ആചരിക്കാതെ, ഭക്ഷണ കാര്യങ്ങളിലാണെങ്കിൽ ഇന്നതേ കഴിക്കാവൂ, ഇന്നത് കഴിക്കരുത് ഒരു നിയമവും ഇല്ലാതെ, ഫുഡ് ലോസ് ഇവർക്ക് ബാധകമല്ല, യാഗങ്ങൾ ഇവർക്ക് ബാധകമല്ല, പരിച്ഛേദന ഇവർക്ക് ബാധകമല്ല, ശബത്ത് ഇവർക്ക് ബാധകമല്ല, പെരുന്നാളുകൾ ഇവർക്ക് ബാധകമല്ല. അങ്ങനെ മോശയുടെ ന്യായപ്രമാണത്തിന്റെ ആചാരങ്ങളൊന്നും ബാധകമല്ലാതെ ഇരിക്കുകയും, എന്നാൽ ഇവരുടെ ഉള്ളിൽ എന്ത് നിറഞ്ഞു കവിയാണ്? ക്രിസ്തുവിലുള്ള സന്തോഷവും ക്രിസ്തുവിലൂടെ ലഭിച്ച നിരപ്പും ദൈവത്തെങ്കിലുള്ള പ്രത്യാശയും ഇനി ദൈവം കൊടുക്കാൻ പോകുന്ന മഹത്വത്തെ കുറിച്ചുള്ള പ്രത്യാശയും നിറഞ്ഞു കവിയുന്ന ഒരു ജനത്തെ കണ്ടപ്പോൾ പരീശരായവർക്ക് അങ്ങോട്ട് സഹിച്ചില്ല. ബാല്യം മുതൽ ഈ മോശയുടെ ന്യായപ്രമാണം ആചരിച്ചു വന്നവർക്ക് ഇപ്പോൾ ഇടയ്ക്ക് കയറി വന്നവർ അനുഭവിക്കുന്ന ഈ സംതൃപ്തിയും, ഈ ക്രിസ്തുവിലുള്ള ആനന്ദവും, ക്രിസ്തുവിലുള്ള പ്രത്യാശയും, ആ അഷ്വറൻസ് അവരിൽ നിറയുന്ന കണ്ടപ്പോൾ അവരുടെ കൂട്ടായ്മയിൽ കവിഞ്ഞൊഴുകുന്ന ക്രിസ്തുവിന്റെ ആ സാന്നിധ്യവും, ആ സാന്നിധ്യത്തിൽ അവർക്കുണ്ടാകുന്ന അടിസ്ഥാനപരമായ ഉറപ്പും മഹത്വത്തെ കുറിച്ചുള്ള പ്രത്യാശയും അഷ്വറൻസും എങ്ങനെ? ക്രിസ്തുവിൽ മാത്രം. ഇവര് ചെറുപ്പം മുതൽ ചെയ്തു വന്ന യാതൊന്നിനും ഇവർ പരിശ്രമിക്കുകയോ അതിനുവേണ്ടി ഒന്നും ചെയ്യാതെ തന്നെ ഇവരുടെ ഉള്ളിൽ നിറഞ്ഞു കവിയുന്ന ഈ പ്രത്യാശയുടെ ആ ദൃഢനിശ്ചയവും ക്രിസ്തുവിലുള്ള ആനന്ദവും പലപ്പോഴും എന്ത് സംഭവിച്ചു? പരീശരായ അതേ വിശ്വാസികളെന്ന് പേരുണ്ടെങ്കിലും അവർക്കതങ്ങോട്ട് യഥാർത്ഥ വിശ്വാസികളായി നിലനിൽക്കാൻ കഴിയാതെ വന്നവർക്ക് പലപ്പോഴും ക്രിസ്തുവിൽ ആനന്ദിച്ചവരെ കണ്ടിട്ട് അത്ര അങ്ങോട്ട് സഹിച്ചില്ല. അതുകൊണ്ട് അവർ അവിടേക്ക് ഉറ്റുനോക്കി, അല്ലെങ്കിൽ അവിടേക്ക് അങ്ങനെയുള്ള ദൈവസഭകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിൽക്കുന്ന, വിശ്വാസത്തിൽ അതേ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുന്ന ദൈവമക്കളുടെ അടുത്തേക്ക് സത്യോപദേശം എന്ന നിലയിൽ വിവിധ ദുരുപദേശങ്ങളുമായി കടന്നു കയറി. അപ്പോൾ അപ്പോസ്തലന്റെ മുന്നിൽ ഏക മാർഗമേ ഉള്ളൂ. തത്വജ്ഞാനത്തെ കുറിച്ച് പഠിപ്പിച്ചാൽ ഇവർ രക്ഷപ്പെടത്തില്ല. അപ്പോസ്തലന് അതെ അറിവില്ലാത്ത മനുഷ്യനല്ല. ന്യായപ്രമാണത്തെ കുറിച്ച് ഇവരെ വിശദമായി പഠിപ്പിച്ചാൽ ഇവർക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. ഇവരെ നിലനിർത്താനുള്ള യാഗങ്ങളെ കുറിച്ച് അപ്പോസ്തലന് പറയാനാണ്. ഇന്നത്തെ ഏത് പ്രാസംഗികരെക്കാരും നന്നായിട്ട് പറയാം. ഇന്നത്തെ ഏത് പ്രാസംഗികർ സമാഗമന കൂടാനും പ്രസംഗിക്കുന്നതിനേക്കാൾ അപ്പുറം ആർക്ക് പ്രസംഗിക്കാൻ പറ്റും? പൗലോസിന് പ്രസംഗിക്കാൻ പറ്റും. ഇന്നത്തെ ഏത് പ്രാസംഗികർ ഫുഡ് ലോസിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ, ഭോജന നിയമങ്ങളെ കുറിച്ച് പറയുന്നതിനേക്കാളും ആഴമായി ആർക്ക് പറയാൻ പറ്റും? പൗലോസ് അപ്പോസ്തലന് പറയാം. കാരണം അദ്ദേഹം അവയൊക്കെ ചെറുപ്പം മുതലേ പ്രമാണിച്ചു വരുന്നതാണ്. ഇന്നത്തെ എത്ര വലിയ സ്കോളറിന് അല്ലെങ്കിൽ ബൈബിൾ സ്കോളറിന് ശബത്തിനെ കുറിച്ച് വിശദീകരിക്കുന്നതിനേക്കാൾ അപ്പുറം ശബത്തിനെ കുറിച്ച് ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? അപ്പോസ്തലനായ പൗലോസിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം ചെറുപ്പം മുതലേ ശബത്ത് ആചരിച്ചു വന്നിരുന്ന ആളാണ്. അങ്ങനെ പെരുന്നാളുകളെ കുറിച്ച് അങ്ങോട്ട് പഠിപ്പിക്കാനാണെങ്കിൽ പെസഹായെ കുറിച്ചായിക്കോട്ടെ, കൂടാര പെരുന്നാളിനെ കുറിച്ചായിക്കോട്ടെ, പെന്തിക്കോസ്ത് പെരുന്നാളിനെ കുറിച്ചായിക്കോട്ടെ, ഏത് പെരുന്നാളിനെ കുറിച്ചും വിശദമായി പഠിപ്പിക്കുവാൻ ജ്ഞാനമുള്ള, അനുഭവമുള്ള അതെ ഏറ്റവും മിടുമിടുക്കനായ വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. പക്ഷെ നാം ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ലേഖനത്തിൽ എവിടെങ്കിലും അപ്പോസ്തലന്മാർ അതിന്റെ പുറകെ പോകുന്നത്? വിശ്വാസികളെ അവർക്ക് വേണ്ടാത്തതല്ല പഠിപ്പിക്കുന്നത്, അവർക്ക് വേണ്ടതാണ് പഠിപ്പിക്കുന്നത്. അവരെ അടിസ്ഥാനങ്ങൾ ഉറപ്പിക്കുക. കാരണം അവർക്ക് ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ വെളിപ്പാട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്രകാരം അത്യുന്നത പദവി അലങ്കരിക്കുന്ന ശ്രേഷ്ഠനായ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന സകല ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ഉറവിടമായ എല്ലാ നിഴലുകളുടെയും പൊരുളായിരിക്കുന്ന ക്രിസ്തുവിനെ സഭയ്ക്ക് കൊടുത്താൽ സഭ ഏത് പെരുന്നാളിനെയും വിവേചിക്കാൻ, ഏത് യാഗത്തെയും തിരിച്ചറിയുവാൻ, ഏത് ശബത്തിനെയും തിരിച്ചറിയുവാൻ, മോശയുടെ ന്യായപ്രമാണത്തെ അതിന്റെ സ്ഥാനത്ത് കാണുവാനും ക്രിസ്തുവിന്റെ ന്യായപ്രമാണത്തെ
മാത്രമേ അതിന്റെ സ്ഥാനത്ത് കാണുവാനും സഭയ്ക്ക് കഴിയൂ. സഭയ്ക്ക് സമാഗമന കൂടാര പഠനമല്ല വേണ്ടത്. സഭയ്ക്ക് ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണയും വസിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ് ആവശ്യം. അത് നമുക്ക് വായിച്ച് വേദപുസ്തകത്തിൽ വിവിധ കാര്യങ്ങൾ പഠിക്കാം. അതിനൊക്കെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റുകളെ പഠിക്കുന്നതിന് ഒരു തെറ്റുമില്ല. പക്ഷെ അടിസ്ഥാനങ്ങളെ മറന്നുകൊണ്ടല്ല നമ്മുടെ ഒരു പഠനങ്ങളും. അതുകൊണ്ട് അപ്പോസ്തലൻ പറയാണ്, സമാഗമന കൂടാരത്തെ കുറിച്ച് പഠിപ്പിക്കാനാണെങ്കിൽ എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല, എനിക്ക് പോരാടേണ്ട കാര്യമില്ല. നിങ്ങളെ യാഗങ്ങളെ പഠിപ്പിക്കുവാനും പെരുന്നാളുകളെ കുറിച്ച് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുവാനും ശബത്തിന് വേണ്ടി നിങ്ങൾക്ക് ക്ലാസ് എടുക്കുവാനും ആണെങ്കിൽ എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല, എനിക്ക് പോരാട്ടം കഴിക്കേണ്ട കാര്യമില്ല. ഇന്ന് രാത്രി ദൈവമക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ്, എവിടെയാണ് ഹാർഡ് വർക്കിന്റെ ആവശ്യം, എവിടെയാണ് സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യം. അതെവിടെയാണെന്ന് അറിയാമോ? മോശയുടെ നയപ്രമാണവും അതേ മനുഷ്യന്റെ തത്വജ്ഞാനവും ജ്ഞാനവാദവും പഠിപ്പിക്കുമ്പോഴല്ല ഇതിന്റെയൊക്കെ ആവശ്യം. പിന്നെയോ ഇവയെല്ലാം ചേർത്ത് നിൽക്കുവാൻ തക്കവണ്ണം ദൈവജനത്തെ, സഭയെ സജ്ജമാക്കണമെങ്കിൽ ഹാർഡ് വർക്കും സ്ട്രഗിളും ഇല്ലാതെ ഈ എൻ്റെറായ പൂർണ്ണമായ ദൈവന പ്രഘോഷണം നടക്കത്തില്ല. ഇതാണ് അപ്പോസ്തലൻ ഈ ഭാഗത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. സോ വി ടെൽ others about Christ. ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? ക്രിസ്തുവിനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് അപ്പോസ്തലന്റെ ഉദ്ദേശം ഭയങ്കരമാണ്. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. So we tell others about Christ. എന്തെല്ലാം സംഭവിച്ചാലും ഞങ്ങൾ പറയുന്നത് ക്രിസ്തുവിനെ കുറിച്ച് തന്നെയായിരിക്കും. Warning everyone and teaching everyone with all the wisdom God has given us. But God has given us the responsibility as well as the wisdom to carry out that responsibility. ദൈവം ഞങ്ങളുടെ തോളിൽ ഈ പൂർണ്ണ ദൈവവചനം പ്രസംഗിപ്പാനുള്ള ഉത്തരവാദിത്വം നൽകിയിരിക്കുക മാത്രമല്ല, അവയെ നിറവേറ്റുവാനുള്ള വിസ്ഡം കൂടെ ഞാനും കൂടെ ദൈവം തന്റെ വേലക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അത് ലോകത്തിന്റെ ജ്ഞാനമല്ല. അപ്പോസ്തലൻ പറയാണ്, with all the wisdom God has given us. ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ജ്ഞാനം കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുകയാണ്? മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയും അവരെ പ്രബോധിപ്പിക്കുകയും അവരെ ഉപദേശിക്കുകയും ചെയ്യുന്നു. എന്തിനാ? ചോദ്യം. For what? അപ്പോസ്തലൻ, താങ്കൾ എന്തിനാ ഇത്രയധികം ചർച്ചിന് വേണ്ടി, താങ്കൾ എന്തിനാ ഇത്രയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നേ? താങ്കൾ സുവിശേഷം അറിയിച്ച് രക്ഷിക്കപ്പെട്ട് ജനം സഭയിലേക്ക് കടന്നു വരുമ്പോൾ പിന്നെയും സഭയിൽ ഒരു ഹാർഡ് വർക്കിന്റെയും ഒരു സ്ട്രഗിളിന്റെയും ആവശ്യമുണ്ടോ? ദൈവസഭയ്ക്ക് ഇവിടെ ഏത് മനുഷ്യനെ ഉദ്ദേശിക്കുന്നേ? ദൈവസഭയോടുള്ള ബന്ധത്തിലാ പറയുന്നേ. സഭയോടുള്ള ദൂതറിയിക്കുക, അതിനുള്ള ഉത്തരമാണ് ഇവിടെ കൊടുക്കുന്നത്. എന്തിനെന്നുള്ളതിനാണ്. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതും. We want to present them to God. Perfect in their relationship to Christ. ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി എന്ന് പറഞ്ഞാൽ അപ്പോസ്തലൻ പറയാണ്, ഈ ഒരു ഉത്തരവാണ്. എന്നിട്ട് പറഞ്ഞിട്ട്, that's why I work and struggle so hard, depending on Christ's mighty power that works within me. ഞാൻ
കഠിനമായി അധ്വാനിക്കുകയും പോരാടുകയും ചെയ്യുന്നു. ഒരൊറ്റ കാരണമേ അതിനുള്ളൂ. ഒരേ ഒരു കാരണമാണ് അപ്പോസ്തലൻ പറയുന്നത്. ഏതു മനുഷ്യരുടെ രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തിയെയും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി തീർന്ന, അവന്റെ ശിരസോട് ചേർക്കപ്പെട്ട അവന്റെ ശരീരമായി തീർന്ന സഭയിലെ ഓരോ അവയവങ്ങളെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കണം. അതായത് ഇങ്ങനെയാണ് അതിന്റെ നമുക്ക് ആകുന്ന ഒരു വിശദീകരണം. അപ്പോസ്തലൻ പറയാണ്, yes, I work hard and I struggle a lot. You may ask for what? എന്തിനു വേണ്ടി എന്ന് നിങ്ങൾ ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഞാൻ പറയുകയാണ്, I want to present them to God. എനിക്കവരെ ദൈവസന്നിധിയിൽ നിർത്തണം. എങ്ങനെ നിർത്തണം എന്നറിയാവോ? പെർഫെക്റ്റ് ഇൻ ദെയർ റിലേഷൻഷിപ്പ് ടു ക്രൈസ്റ്റ്. ക്രിസ്തുവുമായുള്ള അവരുടെ ബന്ധത്തിൽ അവരെ തികഞ്ഞവരാക്കി കർത്താവ് അവരും തമ്മിലുള്ള ബന്ധം ഏറ്റവും ശ്രേഷ്ഠമാക്കി ദിനം തോറും കൊണ്ടുവന്നിട്ട്, എനിക്കറിയാം ഒടുവിൽ എവിടെയാണ് നിൽക്കാൻ പോകുന്നത്? ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ, അതെ, നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കുന്ന, കാലുകൾ ബലപ്പെട്ടിരിക്കുന്ന നമുക്ക് നേരെ ദൈവസന്നിധിയിൽ മുഖാമുഖമായി നിൽക്കാൻ കഴിയണമെങ്കിൽ ക്രിസ്തുവിൽ നാം ദിനം തോറും വളർന്ന് നമ്മൾ പക്വത പ്രാപിച്ച് പരിജ്ഞാനം പ്രാപിച്ച് ക്രിസ്തു എന്ന ശിരസോളം വളരുന്ന ആ അനുഭവത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമുക്ക് ദൈവസന്നിധിയിൽ പ്രസന്റ് ആകാൻ പറ്റുന്നത്. മുസ്ലിം പറയാണ്, പ്രശ്നം വേറെ, അകത്തെ പ്രശ്നം മറ്റൊന്ന്. അതിനുവേണ്ടിയും സ്ട്രഗിൾ ചെയ്യുക. അതെങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നറിയാമോ? ദൈവം ഞങ്ങളിൽ പരമേൽപ്പിച്ചിരിക്കുന്ന ദൈവിക നിയോഗമാകുന്ന പൂർണ്ണമായ ദൈവവചന ഘോഷണം ഞങ്ങളുടെ ശുശ്രൂഷ. അതായത് എന്താണ് ഈ പൂർണ്ണ ദൈവവചന എന്റെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്? ക്രിസ്തുവിലൂടെ മാത്രം ഒരുവൻ നീതീകരിക്കപ്പെടുന്നു. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രം ഒരുവന് അതേ വീണ്ടെടുപ്പ് ഉണ്ടാകുന്നു. ക്രിസ്തുയേശുവിലൂടെ അവൻ സമ്പൂർണനായി തീരുന്ന ദൈവത്തിന്റെ മഹത്വമേറിയ പദ്ധതി, അത് അനാദികാലം മുതൽ ദൈവം മുന്നൊരുക്കിയതും എന്നാൽ മറച്ചു വെച്ചതുമായ ക്രിസ്തു എന്ന ദൈവിക മർമ്മത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് ഇരുപക്ഷത്തെയും ഒന്നാക്കുന്ന ദൈവിക ശുശ്രൂഷ ചെയ്തെടുക്കുന്ന ആ ദൈവിക നിയോഗം ഞങ്ങൾ പുറത്തുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല, അകത്തത് തുടരുകയാണ്. പലയിടത്തും സംഭവിക്കുന്നുണ്ടോ? നാം ഓർക്കുന്നുണ്ട്. പലയിടത്തും സംഭവിക്കുന്നത് എന്തോ? പുറത്തുകൊണ്ട് ക്രിസ്തുവിനെ അവസാനിപ്പിക്കുന്നു. സുവിശേഷത്തിൽ മാത്രം ക്രിസ്തു, സുവിശേഷീകരണത്തിനായി മാത്രം എന്ന് ആര് പ്രസംഗിക്കപ്പെടുന്നു? ക്രിസ്തു പ്രസംഗിക്കപ്പെടുന്നു. സഭയ്ക്കകത്ത് ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശം ഇല്ലാതെ പോയതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇന്ന് ദൈവസഭകൾ ഏറ്റവും അധികം അധപ്പതിച്ച് ആർക്കും കയറി മേയാൻ പറ്റുന്ന, ആർക്കും എന്ത് വിവരക്കേട് വിളിച്ചു പറഞ്ഞാലും അതിനെല്ലാം ആമേൻ പറയുന്ന, കൈയടിക്കുന്ന, ദൈവവചനത്തിൽ ഒരു പരിജ്ഞാനവുമില്ലാത്ത, ക്രിസ്തുവിനെ കുറിച്ച് ഒരു വെളിപ്പാടുമില്ലാത്ത ശിശുക്കളെ കൊണ്ടും ജഡികരെ കൊണ്ടും നിറഞ്ഞ് ദൈവസഭയായിരിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ അവരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് പോരാടിയത് എന്നും സഭയിൽ ശിശുക്കൾ ഉണ്ടാകാനല്ല, ശിശുക്കളായിരിക്കാനല്ല, ജഡികരായിരിക്കാനല്ല, മറിച്ച് ഞങ്ങൾ അവർക്ക് ക്രിസ്തുവിനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ശിശുക്കൾ പക്വതയിലേക്ക് വരും, ജഡികർ ആത്മീകരായി മാറും. അതിനു പകരം ഇന്നാണ് നിന്റെ വിടുതൽ, ഇന്നാണ് നിന്റെ സൗഖ്യം, നാളെയാണ് ആ ദിവസം എന്നൊക്കെ എത്ര പ്രകമ്പനം കൊള്ളിക്കുന്ന പ്രവചന ദൂതുകൾ എന്ന രൂപേണ എത്ര എന്തെല്ലാം ചെയ്താലും ശിശുവായിരിക്കും, ജഡികനായിരിക്കും. ആരെങ്കിലും ആത്മീകമായി പക്വത പ്രാപിക്കാതിരിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം അതെ, അവർക്ക് ക്രിസ്തുവിനെയും അവന്റെ വചനത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവരുടെ അകത്തെ മനുഷ്യന്റെ ആഹാരം അവർ സ്വീകരിക്കുന്നില്ല. അവർക്ക് ദേഹിക്ക് വേണ്ടിയുള്ള ആഹാരം മാത്രമാണ് ആവശ്യം. നിന്റെ എന്ന് സംബോധന ചെയ്യുന്ന സന്ദേശം, നിനക്ക്
നീ ഇപ്പോൾ ദുഃഖിച്ചിരിക്കുക, നിന്റെ കണ്ണ് കലങ്ങിയിരിക്കുക, നിന്റെ മനസ്സ് വേദനിച്ചിരിക്കുക, നീ ഒരു വിടുതൽ ആഗ്രഹിക്കുന്നു, നിനക്കൊരു ഉയർച്ച ആവശ്യമാണ്. താഴ്ചയിൽ ഉയർച്ച നീ പ്രാപിക്കും. ഇതാണ് ദേഹിയുടെ ശുശ്രൂഷ. ആ ദൂത് ഏറ്റെടുക്കുന്ന ഒരു സമൂഹത്തെ നോക്കിക്കോണം. അവര് നട്ടപ്പോഴും പറിച്ചപ്പോഴും ഒരുപോലെ, ഒരു രീതിയിലും അവർക്ക് വളർച്ചയില്ല. അവരെന്നും ജഡീകരായിരിക്കും. എന്നാൽ ആത്മീയനെ അറിയണോ? ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവൻ അവന് എങ്ങനെയാ വളരുന്നറിയാമോ? അവന് പ്രത്യേകമായ ഫീഡ് കൊടുത്തിട്ടല്ല, മറിച്ച് ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശം കൈക്കൊള്ളാൻ അവൻ തയ്യാറാകും. ദേഹിയെ രണ്ടാമതാക്കും. നിനക്കിന്നാണ് അസൗഖ്യം, നിനക്കിന്നാണ് ആ വിടുതൽ, നാളെയാണ് നിന്റെ ജീവിതത്തിലെ ഒരു മാറ്റം എന്നുള്ള നീന്നുള്ള ദേഹിയിലേക്ക് ഉള്ള ആ ശുശ്രൂഷയെ രണ്ടാമതാക്കിക്കൊണ്ട് ആത്മാവിനുള്ള ശുശ്രൂഷയ്ക്കായി ഒരുവൻ തന്നെ ഹൃദയത്തെ തുറന്നു കൊടുക്കുമ്പോൾ ദൈവത്തിന് അവന്റെ അകത്തെ മനുഷ്യനെ പണിയാൻ പറ്റും. എന്നാൽ നാം ദൈവങ്ങളെ ചിന്തിച്ച് നമ്മൾ മനസ്സിലാക്കിയ പോലെ ക്രിസ്തുവിനോട് ചേർന്ന് അവന്റെ മുഖം ഏറ്റെടുത്ത് നടക്കുമ്പോൾ അതിനകത്ത് എന്തു വാഗ്ദാനമുണ്ട്? നമ്മുടെ പ്രാണന് ആശ്വാസം കണ്ടെത്തുന്ന, നമ്മുടെ ദേഹിയെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസ മിനിസ്ട്രിയും ആരുടെയിലുണ്ട്? ക്രിസ്തുവിനുണ്ട്. ആത്മാവിന്, ആത്മീയ ജീവിതത്തിന് നമ്മളെ ഉപയോഗിക്കുന്ന പദങ്ങളെല്ലാം അതാ. ആത്മീയ ജീവിതം, ആത്മീയൻ, ഇതെല്ലാം ഉപയോഗിക്കുന്ന പദങ്ങളതാ. പക്ഷെ പലപ്പോഴും ജീവിതം ആ രീതിയിലല്ല പോകുന്നത്. അപ്പോസ്തലനായ പൗലോസ് വളരെയധികം കഠിനാധ്വാനം ചെയ്തുകൊണ്ട് പോരാടിക്കൊണ്ട് പറയുകയാണ്, ഈ ക്രിസ്തുവിനെ, അവനെ എന്ന് പറയുമ്പോൾ ഈ ക്രിസ്തുവിനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും അല്ലെങ്കിൽ വാൺ ചെയ്ത് അവരെ എൻകറേജ് ചെയ്ത് ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടി ഉപദേശിക്കുകയും ചെയ്തു. ഈ ജ്ഞാനം എവിടുന്നാ നിങ്ങൾക്കറിയാമോ? അപ്പോസ്തലൻ പറയാ, ഈ വിസ്ഡം നിങ്ങളുടെ അടുത്ത് വരുന്ന ജ്ഞാനവാദികളുടെ ജ്ഞാനമല്ല, ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്ന ഈ വചനത്തിന്റെ ഉറവിടമായ ജ്ഞാനം ദൈവം ഞങ്ങളിൽ പകർന്നതാണ്. With all the wisdom God has given us, ദൈവം പകർന്ന ജ്ഞാനം അപ്പോസ്തലനുണ്ട്. ലോകത്തിന്റെ ജ്ഞാനം, വിദ്യ, സമ്പത്ത് എനിക്കുണ്ട്. തന്റെ ഇഷ്ടംപോലെ ജ്ഞാനം പ്രാപിച്ച മനുഷ്യനാ. പക്ഷെ അദ്ദേഹം പറയുകയാണ്, ഞാൻ നിങ്ങളെ വാൺ ചെയ്യുന്ന, ടീച്ച് ചെയ്യുന്ന, എൻകറേജ് ചെയ്യുന്ന, എഡിഫൈ ചെയ്യുന്ന ഈ വിസ്ഡം ഞാൻ ലോകത്തിൽ നിന്ന് പ്രാപിച്ചതല്ല, ഗമാലിയലിന്റെ പാഠമെടുത്ത് പ്രാപിച്ചതല്ല, ന്യായപ്രമാണത്തിൽ നിന്ന് പ്രാപിച്ചതല്ല. അത് ദൈവം എപ്പോൾ എനിക്ക് മിനിസ്ട്രി തന്നോ, എന്നെ ഈ ഉദ്യോഗം ഫലമേൽപ്പിച്ചോ, ഈ നിയോഗം ഏൽപ്പിച്ചോ, അപ്പോൾ ചെയ്തെടുക്കാനുള്ള ദൈവിക ജ്ഞാനവും എന്റെ മേൽ പകർന്നു. അതുകൊണ്ട് എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ, we want to present them to God. Perfect in their relationship to Christ. അങ്ങനൊരു എയിം ദൈവസഭയ്ക്കുണ്ട്. ദൈവസന്നിധിയിൽ നമ്മളെ നിർത്താൻ തക്കവണ്ണം പലപ്പോഴും മറ്റു പല ദിനങ്ങളെ ഫേസ് ചെയ്യാനുള്ള ഒരു ശക്തിയാണ് നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നത്. അതായത് ലോകത്തിന്റെ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനൊക്കെ നമുക്ക് ദൈവത്തിന്റെ കൃപ ആവശ്യമാണ്. നാളുകളിൽ പല പ്രതിസന്ധികളെ നമ്മൾ അതിജീവിക്കേണ്ടവരാണ്. അതിനൊക്കെ നമുക്ക് ദൈവത്തിന്റെ കൃപ ആവശ്യമാണ്. പക്ഷെ അപ്പോസ്തലൻ പറയും, ഈ ലോകത്തിന്റെ ദിനങ്ങളെ മാത്രം ഫേസ് ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷൻ അല്ല ഞാൻ സഭയ്ക്ക് കൊടുക്കുന്നേ. I am preparing a generation and I want to present them to God. എനിക്ക് ദൈവസന്നിധിയിൽ അവരെ പ്രസന്റ് ചെയ്യണം. Perfect in their relationship to Christ. അതുകൊണ്ട് that's why I work and struggle so hard, depending on Christ's mighty power that works within me. നമ്മുടെ മലയാളത്തില് അത് എഴുതിയിരിക്കുന്നത്, അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന
അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അതിന്റെ അർത്ഥം എന്നിൽ പ്രവർത്തിക്കുന്ന ക്രിസ്തുയേശുവിന്റെ അത്യന്തമായ ശക്തിയിൽ ഞാൻ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരെയും ക്രിസ്തുവിൽ പക്വതയോടെ വളർത്താൻ ഉള്ള കഠിനാധ്വാനം ചെയ്യുമ്പോൾ അപ്പോസ്തലൻ പറയാണ്, ഐ ആം ഡിപ്പെൻഡിങ് ഓൺ ക്രൈസ്റ്റ് മൈറ്റി പവർ. ഞാൻ എവിടെ ചാരുന്നെന്നറിയാമോ? ഞാൻ എവിടെയാണെന്നറിയാവോ എന്റെ ബലം കണ്ടെത്തുന്നേ? ഐ ആം ഡിപ്പെൻഡിങ് ഓൺ ക്രൈസ്റ്റ് മൈറ്റി പവർ ദാറ്റ് വർക്ക്സ് വിത്തിൻ മീ. എന്നിൽ പ്രവർത്തിക്കുന്ന ക്രിസ്തുവിന്റെ, നമ്മളിവിടെ പറയുന്നത് അവന്റെ വ്യാപാര ശക്തി, അതായത് മൈറ്റി പവർ, അതിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. അത് അവരോട് അറിയിക്കുക. കാരണം അവർക്ക് തോന്നരുത് ഈസി ജോബാണെന്ന്. അവര് വിചാരിക്കരുത് അപ്പോസ്തലന് എന്താണ് ഈ ചെയ്യുന്നതിന്റെ അർത്ഥം എന്നവർ സംശയിക്കരുത്. എന്തിനാണ് ഇദ്ദേഹം ഈ വിഷയത്തിൽ ഇത്രയും സ്ട്രിക്റ്റ് ആകുന്നത്? എന്തിനാണ് ഇദ്ദേഹം ക്രിസ്തുവിനെ ഇത്രയും ഉയർത്തുന്നത്? രക്ഷിക്കപ്പെടാൻ വേണ്ടി ക്രിസ്തുവിനെ തന്ന പോലെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ക്രിസ്തുവിനെ ഇത്രയും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എന്റെ ഒരു കാലത്തെ സംശയമായിരുന്നത്. വിശ്വാസം വന്ന ആദ്യ നാളുകളിൽ ഞാനും ഈ വിഷയത്തിൽ സംശയിച്ചൊരു വ്യക്തിയാ. ഒരാളുടെ രക്ഷയ്ക്ക് വേണ്ടി, ഒരാളെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ, ഒരാളെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ നാം ക്രിസ്തുവിനെ കൊടുക്കണം. അത് കഴിഞ്ഞാ പിന്നെ അവർക്ക് എന്തിനാ ക്രിസ്തു എന്ന് ചിന്തിച്ച ആളാ ഞാൻ. പിന്നെ അവർക്ക് കൊടുക്കേണ്ട എന്തുവാ? യെശയ്യാവിലും യിരെമ്യാവിലും എസ്കേലിലും ഉള്ള ശുഭഭാവി വരുന്ന ദൂതുകളും പിന്നെ സമാഗമന കൂടാരത്തെ കുറിച്ചുള്ള പഠനവും. യാഗങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞ പിന്നെ യാഗങ്ങളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങും. പിന്നെ പല പല വായിൽ കൊള്ളാത്തതും ഏക്കാത്തതായ കാര്യങ്ങളും. പിന്നെ ഭാവിയോട് ബന്ധപ്പെട്ട് ഒരു ദൈവം എന്തൊക്കെ ഭൂമിയിൽ മാനം കിട്ടുമോ, ദൈവം എവിടൊക്കെ അവന്റെ തല ഉയർത്തുമോ, എങ്ങനെയൊക്കെ ദൈവത്തിന് ഭൗതിക വിഷയങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചന പ്രാപിക്കാം എന്നുള്ളതാണെന്ന് തെറ്റിദ്ധരിച്ചിരുന്ന ആളുകളുണ്ട്. ക്രിസ്തുവിനെ പക്ഷെ മനസ്സിലായത് പിന്നെ ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട നമ്മൾ ശിശുക്കളായി കാലെടുത്തു വെച്ചതേ ഉള്ളൂ. നമ്മുടെ വളർച്ച മുഴുവനും ഇനി ക്രിസ്തുവിലാണ്. നമ്മുടെ ബന്ധം മുഴുവൻ ഇനി ക്രിസ്തുവിനോടാണ്. നാം ഉടമ്പടി ചെയ്തും, അതായത് വിവാഹം കഴിഞ്ഞിട്ട് വിവാഹത്തിന് വേണ്ടിയല്ലയോ ഭർത്താവ്, വിവാഹത്തിന് വേണ്ടിയല്ലയോ ഭാര്യ, പിന്നെ കൂടെ ജീവിക്കണം ചോദിക്കുന്ന പോലെ. ഉദാഹരണം, ഇത്രയും ആലോചിച്ച് കണ്ടുപിടിച്ച് ഒരു ഭർത്താവിനെ കിട്ടി, ഒരു ഭാര്യയെ കിട്ടി, കുടുംബജീവിതം ആരംഭിച്ചു, ആളെ കിട്ടിയല്ലോ, ഭാര്യയായല്ലോ, ഭർത്താവായല്ലോ. ഇനി എന്തിനു കൂടെ ജീവിക്കണം? ഇനി എന്തിനു അടുത്തറിയണം? ഇനി എന്തിനു സ്നേഹിക്കണം? പക്ഷേ നമുക്ക് നന്നായിട്ട് അറിയാം, വിവാഹ ദിനം എന്നുള്ളത് ഒരു ഉടമ്പടിയുടെ ആരംഭമാണെങ്കിൽ മരണം വരെ തുടരുന്നതാണ് ആ ജീവിതവും നമുക്കറിയാം. ക്രിസ്തീയ ജീവിതവും അപ്രകാരമാണ്. ഒരു ഉടമ്പടിയിൽ അത് ആരംഭിക്കുന്നു. ക്രിസ്തുവുമായുള്ള ജീവിതത്തിൽ ഒരു ഉടമ്പടി ചെയ്ത് ആരംഭിക്കുമ്പോൾ നാം നമ്മുടെ കർത്താവുമായുള്ള ബന്ധത്തിൽ ജീവിതം ആരംഭിച്ചിട്ട് നാം കർത്താവിനെയാണോ അറിയേണ്ടത്, മറ്റാരെങ്കിലും ആണോ അറിയേണ്ടത്? വിവാഹം കഴിഞ്ഞ ഒരു ഭാര്യ സ്വന്തം ഭർത്താവിനെ മനസ്സിലാക്കാതെ അന്യപുരുഷനെയോ അവൾക്ക് ഇഷ്ടമുള്ള മേഖലയോ മനസ്സിലാക്കാൻ പോയാൽ, ഒരു ഭർത്താവ് സ്വന്തം ഭാര്യയെ കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്നതാണ് ഒരു കുടുംബ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ കാരണം, സുരക്ഷിതത്തിന്റെ കാരണമെന്ന് അറിയാതെ മറ്റു പലതിലേക്കും തിരിയുമ്പോൾ കുടുംബജീവിതം ശിഥിലമാകുന്ന പോലെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ തുടർച്ച അവനെ അറിയുന്ന, അവന്റെ പരിജ്ഞാനത്തിൽ വളരുന്നതിലാണ്. എങ്ങനെയോ തെറ്റിദ്ധാരണ പല പെന്തിക്കോസ്തുകാരുടെ ഹൃദയത്തിൽ കയറിക്കൂടി. അതുകൊണ്ട് അവർക്ക് അരോചകമായി തുടങ്ങി. ആദ്യകാലങ്ങളിൽ പരിചയമില്ലാത്തത് കൊണ്ട് പിന്നീട് ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ആ പ്രസംഗങ്ങൾ അവർക്ക് വിരസമായി തോന്നുന്നു, അരോചകമായി തോന്നുന്നു. ഈ ക്രിസ്തുവിനെ ഞങ്ങൾ അറിഞ്ഞല്ലോ എന്നുള്ള തെറ്റിദ്ധാരണയിൽ അറിയാതെ ഒരു ആയുസ് കഴിക്കുന്നു. ക്രിസ്തുവിനെ ഞങ്ങൾ മനസ്സിലാക്കിയല്ലോ എന്ന് തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കാത്ത ഒരു ജീവിതം കഴിക്കുന്നു.
അതിനേക്കാൾ ദാവീദിനെ കുറിച്ച് പഠിക്കുന്നു, അതിനേക്കാൾ യോസഫിനെ, അവരെയൊക്കെ നമ്മൾ അറിയണം, അവരെയൊക്കെ പഠിക്കണം. പക്ഷെ അത് ക്രിസ്തുവിന് മീതെയല്ല. ആരും, സാക്ഷികളുടെ ഒരു സമൂഹവും, എ ക്ലൗഡ് ഓഫ് വിറ്റ്നസസ് സറൗണ്ടിങ് us, അതൊരു സത്യമാണ്. സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. അത് ദൈവം നിർത്തിയതാണ്. പക്ഷേ നാം ഉടമ്പടി ചെയ്തത് യോസഫുമായിട്ടല്ല, ദാവീദുമായിട്ടല്ല, നാം ഉടമ്പടി ചെയ്തത് പൗലോസുമായിട്ടുമല്ല, നാം ഉടമ്പടി ചെയ്തത് അതെ അബ്രഹാമുമായിട്ടല്ല, നാം ഉടമ്പടി ചെയ്തത് കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടാണെങ്കിൽ അവനെ അറിയണം, അവനെ അറിയിക്കണം. അവിടെ നമുക്ക് സാരമായ പരാജയം നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിന് സംഭവിച്ചു. ഞാൻ പറയുന്ന ക്രിസ്തീയ സമൂഹം എന്ന് പറഞ്ഞ വീണ്ടെടുക്കപ്പെട്ടവരുടെ കാര്യത്തിലാണ് പറയുന്നത്. അങ്ങനെ ഒരു പരാജയത്തിൽ ലോകം മുന്നോട്ട് പോകുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയാണ്, എനിക്ക് മോശയുടെ ന്യായ പ്രമാണം പ്രസംഗിക്കാൻ എനിക്ക് കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു കാര്യവും, എനിക്കറിയാവുന്ന ജ്ഞാനം നിങ്ങളോട് പറയാനാണെങ്കിലുണ്ടല്ലോ, എനിക്ക് ഈ പോരാട്ടത്തിന്റെ ആവശ്യം. പക്ഷേ ദൈവം തന്നിരിക്കുന്ന ജ്ഞാനം, അതായത് ഇങ്ങനെ ഞാൻ പറയാം, കർത്താവായ യേശുവിൽ ചാരിക്കൊണ്ട് അവന്റെ അധികമായ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ആ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ പ്രസന്റ് ചെയ്യുക. ഇതാണ് അപ്പോസ്തലന്റെ പോരാട്ടത്തിന്റെ പിൻപിലുള്ള കാരണം. പക്ഷെ ഇന്നത്തെ ആത്മീയർ എന്ന് പറയുന്ന പലരും പോരാടുന്ന എന്തിനാ? അവർ പലതും ദൈവത്തിന്റെ മുമ്പിൽ തങ്ങളെ തന്നെ പ്രസന്റ് ആകാനല്ല, പിന്നെയോ ദൈവത്തിൽ നിന്ന് ഈ ആയുസ്സിൽ പലതും ദൈവം തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണയിൽ, അല്ലെങ്കിൽ സാത്താൻ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണയിൽ പ്രാർത്ഥനയിൽ പോരാടി ദൈവത്തിൽ നിന്ന് ചിലത് കൈപ്പറ്റാൻ വേണ്ടി ഇന്നത്തെ ആത്മീയ സമൂഹം എന്ന് പേരുള്ളവർ പോരാടി വല്ലാതെ പോരാട്ടം കഴിക്കുമ്പോൾ, യഥാർത്ഥ ആത്മീയന്റെ പോരാട്ടം എന്താണെന്നറിയാമോ? ദൈവത്തിൽ നിന്ന് മേടിക്കുവാൻ വേണ്ടിയല്ല, തങ്ങളെ തന്നെ ദൈവത്തിന്റെ മുമ്പിൽ നിഷ്കളങ്കരായി ഒടുവിൽ നിൽക്കേണ്ടതിനുള്ള ഒരുക്കത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് യഥാർത്ഥ ആത്മീയന്റെ ജീവിതത്തിലുള്ളത്. അതെപ്പോഴും ദൈവമക്കളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അപ്പൊ പറയാ, കാരണം അതിനൊരു ഹാർഡ് വർക്ക് കൂടിയേ തീരൂ. അല്ലാതെ ഈ ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരാൾ പോലും സ്വയമായിട്ടൊക്കെ പോയി ദൈവത്തിന്റെ മുമ്പിൽ അവർക്ക് പെർഫെക്റ്റ് ആയി പ്രസന്റ് ആകാൻ പറ്റത്തില്ല. ക്രിസ്തുവുമായുള്ള റിലേഷൻഷിപ്പിൽ ദിനം തോറും പക്വത പ്രാപിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രസന്റ് ആകാൻ പറ്റത്തുള്ളൂ. അതാണ് അപ്പോസ്തലൻ ഏറ്റെടുത്ത നിയോഗം, അപ്പോസ്തലൻ പോരാടിയ പോരാട്ടം. അതിനുവേണ്ടി താൻ ആരിൽ ആശ്രയിച്ചു? താൻ പറയുന്നു, ഞാൻ എവിടെയൊക്കെ ചാരുന്നു? ക്രിസ്തുവിന്റെ അമിതമായ വ്യാപരിക്കുന്ന ശക്തിയിൽ ആശ്രയിച്ച് അവിടുന്ന് ലഭിക്കുന്ന ജ്ഞാനം കൊണ്ട് ഞാൻ ദൈവസഭയെ പ്രബോധിപ്പിക്കുകയും ഉപദേശിക്കുകയും മുന്നറിയിപ്പുകൾ കൊടുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പറയുകയാണ്, I want you to know how much I have agonized for you. അതാണ് നമ്മൾ വായിച്ചത്. നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി ഞാൻ നിങ്ങളോർക്കും. കൊലോസിനെ ഞാൻ മുഖാമുഖമായി കണ്ടിട്ടില്ല, ലവോദിക്കയിലുള്ളവരെ കണ്ടിട്ടില്ല. അതെ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത അനവധി പേരുണ്ട്. അവർക്കെല്ലാം വേണ്ടി ഞാൻ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അതായത് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നു, തന്നെ മുഖാമുഖമായി കണ്ടിട്ടില്ലാത്ത സഭകൾ അവരോടുള്ള തന്റെ പ്രതിബദ്ധത അറിയണം. ഈ പ്രാർത്ഥനയ്ക്കകത്ത് എത്ര ആഴമായിട്ടാണ് അവരുടെ ആത്മീകമായ ജീവിതത്തിന് കൊടുക്കുന്ന പ്രാധാന്യം കേട്ടോണം. പുസ്തകം പറയണ, നിങ്ങൾ അറിയണം ഞാൻ എത്ര വലിയ ഇവരാരാന്നറിയാമോ? കൊരിന്ത്യരെ പോലല്ല, ഗലാത്യരെ പോലല്ല, എഫെസോസിലുള്ളവരെ പോലല്ല, കൊലോസിലെ അപ്പോസ്തലരെ മുഖാമുഖമായി കണ്ടിട്ടില്ല, ലവോദിക്കയിലുള്ളവരെ മുഖാമുഖമായി കണ്ടിട്ടില്ല. അങ്ങനെ ജഡത്തിൽ, അതായത് ശരീരത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി
ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. എന്നിട്ട് അതിന്റെ പേരിൽ ഒരു കൈമടക്കിനുമല്ല കേട്ടോ, അതിന്റെ പേരിൽ ഒരു കാര്യം അപ്പോസ്തലന് ലഭിക്കുവാനല്ല. എന്തിനാ ഇത് സൂചിപ്പിക്കുന്ന അറിയാം എന്റെ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ അറിഞ്ഞിരിക്കണം, വിശ്വാസ ജീവിതത്തിൽ സത്യവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുക എന്നുള്ളത് എത്ര വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. അതിനുവേണ്ടി ഞാൻ എന്റെ ജീവിതത്തെ തന്നെ സമർപ്പിച്ച് പോരാടുന്നത് അല്പം പോലും നഷ്ടമല്ല. നിങ്ങൾ അറിയണം. കാരണം എന്റെ പോരാട്ടത്തിന്റെ കഥ നിങ്ങൾ എന്തിനറിയണം എന്നറിയാമോ? അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കുള്ളൂ നിങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രാധാന്യം. ഞാൻ എന്റെ ഹാർഡ് വർക്കിനെ, സ്ട്രഗിളിനെയും കുറിച്ച് നിങ്ങളെ അറിയിക്കുന്നത് എനിക്കൊരു കമ്മീഷൻ കിട്ടാനോ, എനിക്ക് എന്താ പറയുന്നത്, കുറച്ചും കൂടെ നിങ്ങൾ സാലറി കൂട്ടിത്തരാനോ, 4 പേരോട് അപ്പോസ്തലനായ പൗലോസിന് ഭയങ്കര ആത്മഭാരമുള്ള മനുഷ്യനാ കേട്ടോ എന്ന് പറയാനോ അല്ല. നിങ്ങളുടെ പൊന്നോ വെള്ളിയോ, എഫെസോസിലെ വിശ്വാസത്തോട് പറഞ്ഞ പോലെ വസ്ത്രമോ ഒന്നും ഞാൻ മോഹിച്ചിട്ടില്ല. ഈ വകയൊന്നും കിട്ടാൻ വേണ്ടി അല്ല എന്റെ പോരാട്ടത്തിന്റെ കഥ ഞാൻ നിങ്ങളോട് പറയുന്നത്. മറിച്ച് നിങ്ങൾ അറിയണം, നിങ്ങളുടെ മുഖം പോലും കാണാത്ത ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വിഷയത്തിനു വേണ്ടിയാണ് ഇത്രയധികം അധ്വാനിച്ച് പോരാടുന്നത് നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ക്രിസ്തുവിൽ ഒരുവൻ നിലനിൽക്കുന്നതിനും വളരുന്നതിനും ഒടുവിൽ അവൻ ദൈവസന്നിധിയിൽ തന്നെ തന്നെ നിർത്തുന്നത് പ്രസന്റ് ആവുന്നതിനും എത്ര വലിയ പ്രാധാന്യമുണ്ട്. I want you to know, നിങ്ങൾ അറിയണം, how much I have agonized for you. ഈ അഗണി എന്നുള്ള വാക്ക് നമുക്ക് ചിന്തിക്കാൻ കൂടെ പറ്റാത്ത, അത് എവിടെ എഴുതിയിട്ടുള്ള വാക്കാന്ന് നിങ്ങൾക്ക് അറിയാമോ? കർത്താവായ യേശു ഗത്സമനയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ എഴുതിയ വാക്കാത്. അവൻ പ്രാണവേദനയിലായി. He was in agony. അതായത് പറയുന്നത്, നിങ്ങൾ അറിയണം, നിങ്ങളുടെ ഓരോരുത്തരുടെയും വിശ്വാസ ജീവിതത്തിൽ നിങ്ങൾ നിലനിൽക്കണമെന്നുള്ള നിങ്ങളുടെ ശുശ്രൂഷകരുടെ പ്രാണവേദന നിങ്ങൾ അറിയണം. നിങ്ങളത് അറിയാതെ പോകരുത്, നമ്മളത് അറിയാതെ പോകരുത്. അപ്പോസ്തലൻ പറയുന്ന വാക്കാ, ആരെങ്കിലും വന്ന് കേറി മേയുമ്പോൾ തീർന്നു പോകാനുള്ളതല്ല. നിങ്ങൾ തത്വജ്ഞാനികൾക്കോ, ജ്ഞാനവാദികൾക്കോ, പരിച്ഛേദനവാദികൾക്കോ, ശബത്ത് വാദിക്കുന്നവർക്കോ, ഏത് മോശയുടെ ന്യായപ്രമാണത്തിന്റെ വക്താക്കൾക്കോ തകർത്തു കളയാൻ വേണ്ടിയല്ല ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി രക്തമൂറ്റിയതും ആ ക്രിസ്തുവിന്റെ ദാസനായ ഞങ്ങൾ പ്രാണവേദനയിൽ പോരാട്ടം കഴിക്കുന്നതും. ശാരീരിക സൗഖ്യത്തെക്കാളും, സാമ്പത്തിക ഭദ്രതയെക്കാളും, മാനസിക ഉറപ്പിനേക്കാളും എല്ലാം എന്താ ഒരുവന്റെ ആത്മീക നിലനിൽപ്പെന്ന് പറയുന്നു. ഇതിന് ഭയങ്കര, കാരണം അതിന് വില കൊടുത്തത് ക്രിസ്തുവാ. അതിനുവേണ്ടി പദ്ധതി ഒരുക്കിയ ദൈവമാ. അതിനുവേണ്ടി തന്റെ വേലക്കാരെ, തങ്ങളുടെ സ്വപ്നങ്ങൾ തകർത്ത് തങ്ങൾക്ക് മറ്റെന്തൊക്കെയോ ആകാൻ ആഗ്രഹിച്ചവരെ, അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും ഉണ്ടായിരുന്നവരെ, തങ്ങൾ തൊഴിലേർപ്പെട്ടിരുന്നവരെ, തങ്ങളുടെ ഇഷ്ടത്തിന് എന്തെന്ന് ചോദിച്ചാൽ ഏതെന്ന് ചോദിക്കുന്ന അത്രമാത്രം ധൈര്യത്തോടെ, ആരെയും ഭയക്കാതെ, ആർക്കും തിരിച്ചു മറുപടി കൊടുക്കാൻ കഴിവുള്ളവരായി ജീവിച്ച പ്രിയപ്പെട്ടവരെ അവിടുന്ന് അവിടങ്ങളായി തിരഞ്ഞെടുത്ത് ഇനിയും അതേ പൂർണ്ണ സഹിഷ്ണുതയോടെ തന്നെത്താൻ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് പോരാടുവാൻ ദൈവം നിയോഗിച്ചത് എന്തിനെന്ന് നിങ്ങൾ അറിയണം. I want you to know. How much I have agonized for you and for the church. ലവോദിക്കയിലുള്ള സഭയ്ക്ക് വേണ്ടി, മറ്റു വിശ്വാസികൾക്ക് വേണ്ടി, who have never met me personally, എന്നെ വ്യക്തിപരമായി കാണാത്ത,
ലവോദിക്കയിലെ വിശ്വാസികൾക്ക് വേണ്ടിയും കൊലോസിലെ വിശ്വാസികൾക്ക് വേണ്ടിയും മറ്റു പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ ഗലാത്യ സഭയ്ക്ക് വേണ്ടി മാത്രം, ഞാൻ എഫെസോസിന് വേണ്ടി മാത്രം, ഞാൻ തന്നെ സ്ഥാപിച്ച ആത്മീയ പിതാവായിരിക്കുന്ന കൊരിന്ത്യയിലെ വിശ്വാസികൾക്ക് വേണ്ടി മാത്രം പ്രാണവേദനയിൽ പോരാടുന്ന ഒരാളല്ല. എവിടെയൊക്കെ സഭകൾ സ്ഥാപിക്കപ്പെട്ടുവോ, തന്റെ ശിഷ്യന്മാരാൽ ശുശ്രൂഷകരാൽ എവിടെയൊക്കെ സത്യസഭ സ്ഥാപിക്കപ്പെട്ടുവോ, എവിടെയൊക്കെ ദൈവമക്കൾ വൃത്തമായ പുതു പാരമ്പര്യത്തെ വിട്ട് ക്രിസ്തുവിനോട് ചേർന്നുവോ, അവർക്കൊക്കെ വേണ്ടി എന്റെ ഹൃദയത്തിൽ സ്ഥാനമുണ്ട്. പക്ഷെ നിങ്ങളെയല്ല എന്റെ ഹൃദയത്തിൽ വഹിച്ചിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തു ഇല്ലാതെ പോയാലോ? ക്രിസ്തുവിന്റെ ഭാഗമായി നിങ്ങൾ, ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു, ക്രിസ്തുവിന്റെ അതേ ഭാഗമായി നിങ്ങൾ തീർന്ന ഒറ്റ കാരണത്താല പേഴ്സണലി എനിക്ക് ഒരു മുഖവും പരിചയവും ഇല്ലാത്ത നിങ്ങൾ എന്റെ സ്വന്തമായത്. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് നന്നായിട്ട് അറിയാം. ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങളൊന്നും എനിക്ക് കണക്ട് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളൊക്കെ തമ്മിലുള്ള ബന്ധം എന്തുവാ? ക്രിസ്തുവിൽ ഒന്നായി തീർന്ന ബന്ധമാ. ആ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ നിന്ന് പോയാലോ എന്തെങ്കിലും ബന്ധമുണ്ടോ? പിന്നെ ആർക്ക്, എന്തിനാ പിന്നെ നമ്മൾ അഗ്നൈസ്ഡ് ആകുന്നേ? എന്തിനാ പിന്നെ പ്രാണവേദനയിലാകണ്ടേ? രക്ഷിക്കപ്പെടാത്ത, വചനം കേട്ടിട്ട് ഇതുവരെ അത് അനുസരിക്കാത്ത, ക്രിസ്തുവിന്റെ സന്നിധിയോട് സത്യം വന്നിട്ടും ചേരാൻ കഴിയാത്ത രക്തബന്ധങ്ങളുള്ളവർ, അവർക്ക് വേണ്ടി കേവലം മിനിറ്റുകൾ മാത്രം പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം നുറുങ്ങി വിശ്വാസം നിൽക്കാൻ, തകർന്നു പോകാതിരിപ്പാൻ, പക്വത പ്രാപിപ്പാൻ പോരാട്ടം കഴിക്കുന്ന ശുശ്രൂഷകർ ഉള്ളവരെ ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കണം. രക്തബന്ധങ്ങളെക്കാൾ വലിയ ബന്ധമാണ് ക്രിസ്തുവിലുള്ള ബന്ധം. എന്നാൽ അത് കണക്ട് ചെയ്യുന്ന ക്രിസ്തുവാ. ക്രിസ്തുവിലുള്ള ബന്ധം ക്രിസ്തുവിൽ നിലനിൽക്കുമ്പോൾ മാത്രമേ അത് ആക്റ്റീവ് ആകുന്നുള്ളൂ. ഒരാൾ ക്രിസ്തുവിൽ അന്യപ്പെട്ടു പോയാൽ ആ ബന്ധവും അന്യപ്പെടുകയാ. അപ്പോസ്തലൻ പറയുക, എന്റെ ഒറ്റ ലക്ഷ്യമതാ, ക്രിസ്തുവിനെ റീപ്ലേസ് ചെയ്യുന്ന, ക്രിസ്തുവിനെ പകരം വെക്കുന്ന ന്യായപ്രമാണമോ തത്വജ്ഞാനമോ ജ്ഞാനവാദമോ സെൽഫ് ഡിസിപ്ലിനോ, ഞങ്ങളുടെ സെൽഫ് ഡിസിപ്ലിൻ ചെയ്ത് ഞങ്ങൾ വിശുദ്ധി പ്രാപിച്ചോളാം എന്നുള്ള ഏതെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോകും. ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോയപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ആരുമല്ല. ആർക്കും വെറുതെ പോരാട്ടം കഴിക്കാൻ പറ്റത്തില്ല. ഇന്ന് ഞാൻ ഇവർക്ക് വേണ്ടി അങ്ങ് പോരാടാം, അവനൊന്നും പോരാടാൻ പറ്റത്തില്ല. അവനൊന്നും പോരാടി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അതിന് ദൈവം ഏൽപ്പിക്കണം. അതിന് ദൈവജ്ഞാനം വേണം. അതിന് ക്രിസ്തുവിന്റെ അമിത ബലത്തിൽ ചാരണം. അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം, അവനിൽ നിറയുന്ന ദൈവശക്തിക്കൊത്തവണ്ണം അതിൽ ചാരിക്കൊണ്ട് ആ ശക്തി ഏറ്റെടുത്തുകൊണ്ടാണ് നാം എന്ത് ചെയ്യുന്നത്? സത്യവചനത്തെ പൂർണ്ണമായി പ്രസംഗിച്ചുകൊണ്ട് ക്രിസ്തുവിൽ ഓരോരുത്തരെയും പക്വതയുള്ളവരാക്കി തീർത്ത് എന്തിനു വേണ്ടിയാ? നമുക്ക് വേണ്ടിയോ? എന്തിനാ അപ്പോസ്തലൻ ചെയ്യുന്നത്? തന്റെ പേഴ്സണൽ ഗെയിനിന് വേണ്ടിയോ? തന്റെ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടിയോ? തന്റെ വ്യക്തിപരമായ മാനത്തിന് വേണ്ടിയോ? അല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ ഈ തലമുറയെ, നേരുള്ള ഒരു തലമുറയെ പ്രസന്റ് ചെയ്യണം. എന്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. എന്റെ വാക്കുകൾ ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. ഐ നെവർ മെറ്റ് യു പേഴ്സണലി. പക്ഷെ എനിക്കും എന്റെ ഹൃദയത്തിലാ നിങ്ങള്. അപ്പൊ പിന്നെ പേഴ്സണലി കാണുന്നവരുടെ കാര്യം പറയണം, പേഴ്സണലി കാണാത്തവരുടെ കാര്യം ഈ പറഞ്ഞേ. കാരണം ഈ രക്ഷയുടെ സന്തോഷം, ക്രിസ്തുവിലുള്ള ബന്ധം എന്ന് പറഞ്ഞ ഈ ഫേസ് ടു ഫേസ് കാണുന്നതിനപ്പുറമാ. അതൊരു വലിയ ബന്ധമാ. എന്റെ വാക്കുകൾ എളുപ്പം അവസാനിപ്പിക്കാം. ഐ വാണ്ട് ദം. വീണ്ടും ഉദ്ദേശം പറയുക, പ്രസന്റ് ചെയ്യുന്ന കാര്യം, ടു ബി എൻകറേജ്ഡ് ആൻഡ് knit together by strong ties of love. I want them to have complete confidence that they understand God's mysterious plan, which is Christ himself. അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട്
ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു. നമുക്ക് അങ്ങനെ ഹൃദയത്തിൽ ആശ്വാസം ലഭിക്കുമോ? അതോ നമ്മൾ ആഗ്രഹിച്ച് കിട്ടിയാൽ മാത്രമേ ആശ്വാസം ലഭിക്കത്തുള്ളൂ? അതോ ക്രിസ്തുവാകുന്ന ദൈവിക മർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയും കൂടെ നമ്മുടെ ഉള്ളിലോട്ട് വന്ന് ആ ഒരു സമ്പത്ത് പ്രാപിക്കുമ്പോൾ സ്നേഹത്തിൽ ഒന്നിച്ച് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കുമോ? ലഭിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം നമ്മൾ ആത്മീയരാ, ലഭിക്കുന്നില്ലെങ്കിൽ ഓർത്തോണം നമ്മൾ ആത്മീയരല്ല, നമ്മൾ ഇപ്പോഴും ജഡീകരാ. എന്താണ്? സ്നേഹത്തിൽ ഒന്നായി തീർന്ന് ദൈവമർമ്മമാകുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കുച്ച് ഉള്ളിൽ ആശ്വാസം പ്രാപിക്കണം. ഉള്ളിൽ ആശ്വാസം, അതായത് എൻകറേജ്ഡ് ആകണം. എന്നിട്ട് അടുത്ത വാക്ക് പറയുന്നു, ഞാൻ എന്റെ വാക്കിൽ നിർത്താം. ക്രിസ്തുവിൽ, അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. അതായത് എന്താ അങ്ങനെ? അതുകൊണ്ടാണ് പറയുന്നത്, അങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ്, ഇൻ ഹിം, ഇൻ ക്രൈസ്റ്റ് ലൈ ഹിഡൻ, എല്ലാം ഗുപ്തമായിരിക്കുന്ന വെച്ചാൽ മൂടിയിരിക്കുന്നു. ഓൾ ദ ട്രഷേഴ്സ് ഓഫ് വിസ്ഡം ആൻഡ് നോളജ്. അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. അപ്പോസ്തലന മിനിസ്ട്രിയില് എഫേസ്യ ലേഖനത്തിൽ നമ്മൾ പഠിച്ചൊരു ഭാഗം കൂടെ എടുത്ത് നമുക്ക് ചിന്തിക്കുന്നതായിരിക്കും. എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കാം. എന്റെ പ്രിയരെ, അപ്പോസ്തലൻ പറയാ, ക്രിസ്തുവിൽ ഉണ്ടെന്നേ, എല്ലാ വിസ്ഡവും നോളജും ക്രിസ്തുവിൽ ഉണ്ടെന്നേ. അത് ഓരോ ദിവസവും വെളിപ്പെട്ടുകൊണ്ടിരിക്കുമെന്നേ. നിങ്ങളുടെ അടുത്ത് വേറെ ഒരാളുടെ വിസ്ഡവും നോളജും ചെലവാകാൻ നിങ്ങൾ സമ്മതിക്കുന്നു. നിങ്ങൾ പ്രാപിക്കുന്നെങ്കിൽ അത് ഗൂഢമായിരിക്കുന്ന, ഗുപ്തമായിരിക്കുന്ന, in him, in Christ lies hidden all the treasures of wisdom. വലിയ നിധി ഉണ്ടെന്ന്, ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെ നിധി അവനിലുണ്ട്. അതിന് പ്രാപിക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിന് വിരുദ്ധമായി കൊണ്ടുവരുന്ന ഒരു ജ്ഞാനവും നമ്മുടെ അടുക്കൽ ചെലവാകാൻ സമ്മതിക്കരുത്. അതിന് വിരുദ്ധമായി വരുന്ന ഒരാചാരങ്ങളും അനുഷ്ഠാനങ്ങളും സെൽഫ് ഡിസിപ്ലിനിലൂടെ ഹോളിനെസ് പ്രാപിക്കാനുള്ള ഒരു നവീന ഉപദേശവും ആരുടെ ചെലവാകത്തിനെന്നറിയാമോ? ക്രിസ്തുവിൽ നിന്ന്, അതെ, നിഗൂഢമായിരിക്കുന്ന ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ആ ഉറവയിൽ നിന്ന് എനിക്ക് പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോട് അപ്പോസ്തലൻ പറയുക, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ പോരാടി ജീവിക്കാൻ സമർപ്പിച്ചിരിക്കുക. അങ്ങനെയുള്ളവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ ഞാൻ എന്റെ ജീവിതം വിട്ടുകൊടുത്തേക്കുക. പ്രിയരെ, ഇന്ന് രാത്രി ഒന്ന് ചിന്തിച്ചാട്ട്, എവിടുത്തെ ഗുപ്തനിധികളെ അറിയണ്ടേ? എന്ത് ഹിഡൻസ് ആണ് നമുക്കറിയണ്ടേ? നമ്മുടെ ഭാവിയെ കുറിച്ച് ആണോ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത്? ക്രിസ്തുവിൽ ഹിഡനായിരിക്കുന്ന, അല്ലെങ്കിൽ ക്രിസ്തുവിൽ ഗുപ്തമായിരിക്കുന്ന, ദൈവം മറച്ചു വെച്ചിരിക്കുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്തി. എന്നാൽ ക്രിസ്തുവിൽ ഇനിയും വെളിപ്പെടുത്താൻ, നാൾ തോറും വെളിപ്പെടുത്താനുള്ള ജ്ഞാനത്തിന്റെ പരിജ്ഞാനത്തിന്റെ നിധി പ്രാപിപ്പാൻ നാം ആഗ്രഹിക്കുകയാണെങ്കിൽ അത് ലഭിക്കാനുള്ള എല്ലാ മുഖാന്തരം ദൈവം വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യം കർത്താവ് ചെയ്യും. റോമാലേഖനത്തിൽ വായിക്കുന്നു 1-ാം അധ്യായത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ചിന്തിക്കാനും, നമ്മൾ ചിന്തിക്കുന്നതൊക്കെ ശരിയെന്ന് നമുക്ക് വിചാരിച്ചാൽ ആ ചിന്തയ്ക്ക് അങ്ങ് വിട്ടുകൊടുക്കും ദൈവം. നികൃഷ്ട ബുദ്ധി കേൾപ്പിച്ചു കൊടുക്കും. ഗുപ്തനിധി തുറന്നു തരത്തില്ല. ഹിഡൻ ട്രഷേഴ്സ് ഓപ്പൺ ചെയ്യത്തില്ല. എന്റെ ചിന്ത, എന്റെ ജ്ഞാനം, നിന്റെ കൂടെ അങ്ങ് കൂടി ഒടുവിൽ ദൈവസേനയിൽ നിൽക്കാൻ കഴിയാതെ ഏപ്പാടിപ്പോവും. കാരണം ആയുസ് ദൈവം തന്നിരിക്കുന്നത് എന്താണെന്നറിയാമോ? നാം നമ്മുടെ ഭാവിയെ സുരക്ഷിതമാക്കാനല്ല, പിന്നെയോ ദൈവത്തിന് മുമ്പിൽ നിൽക്കാനുള്ള ദിനങ്ങളെ ഒരുക്കാൻ. ആ മണവാട്ടിയെ, ശുദ്ധമായ, നിർമ്മലമായ, കളങ്കമില്ലാത്ത ഒരു മണവാട്ടിയെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ക്രിസ്തു അതെ നമുക്ക് കണ്ടെത്താൻ ഏൽപ്പിച്ചു തരുമ്പോ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തില്ലല്ലോ. ക്രിസ്തു തന്നെത്താൻ സഭയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. സഭ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തില്ലെങ്കിലോ? ആരേൽപ്പിച്ചു കൊടുക്കുന്നില്ലയോ അവർക്ക് അവന്റെ മുമ്പിൽ അതെ നിന്നുകൊണ്ട് അനായാസം മുമ്പിൽ നിൽക്കാൻ കഴിയത്തില്ല. ഇവിടുത്തെ എല്ലാം പ്രാർത്ഥിച്ചു കിട്ടി എന്നാൽ അവിടെ ചെല്ലുമ്പോഴോ കർത്താവെ പ്രതിഫലമാണ്. കർത്താവെ പ്രാർത്ഥിച്ചോ കിട്ടിയില്ല, ഇനി എന്ത് പ്രതിഫലം തരണ്ടേ? നീ ചോദിച്ചെല്ലാം തന്നില്ലേ?
നീ എന്നിട്ട് സാക്ഷ്യവും പറഞ്ഞല്ലോ, ഞാൻ ചോദിച്ചെല്ലാം എനിക്ക് കിട്ടി, ഞാൻ ചോദിച്ചു ഒന്നും ദൈവം എനിക്ക് ഇതിനെ തരാതിരുന്നിട്ടാ, ഞാൻ കരഞ്ഞു ഒന്നും ദൈവം കാണാൻ, എല്ലാം കിട്ടിയില്ല, ഇനി അവിടെ ചെന്നതോ തരണ്ട എന്തുവാ? നീ എപ്പോഴെങ്കിലും ചോദിച്ചോ? ആ ഗുപ്തനിധികളെ തുടർന്ന് ആ ഹിഡൻ ട്രഷേഴ്സ് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി ദൈവിക മർമ്മമാകുന്ന, ദൈവം മറച്ചു വെച്ചിരുന്ന ആ നിരപ്പിന് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന, സകലത്തെയും ഒന്നാക്കാൻ വെച്ചിരുന്ന, ഇരു ജാതികളെയും ഒന്നാക്കുന്ന, നയപ്രമാണ ശത്രുത്വത്തെ നീക്കുന്ന, എല്ലാ ശത്രുത്വത്തിന്റെ മതിലുകളെ ഇടിച്ചു കളയുന്ന ക്രിസ്തു എന്ന ദൈവിക മർമ്മം അതേ കാലത്തീവങ്ങൾ കാലസമ്പൂർണ്ണതയിൽ ദൈവം വെളിപ്പെടുത്തി. ഇനി എന്താ വെളിപ്പെടാനുള്ളത്? ക്രിസ്തുവിലുള്ള ഹിഡൻ ട്രഷേഴ്സ്. ആ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ഗുപ്തനിധികൾ ക്രിസ്തുവിലാണ്. നിങ്ങളോട് ആരെങ്കിലും വന്ന് വലിയ വാചകം അടിച്ചാൽ നിങ്ങൾ പറയണം, ക്രിസ്തുവിനെ വെളിപ്പെട്ട് ഇനി ഒത്തിരി കാര്യം ഞങ്ങൾക്ക് പ്രാപിക്കാനുണ്ട്. അവന് ദൈവം വെച്ചിരിക്കുന്ന ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ട്രഷേഴ്സ് ഞങ്ങൾ അങ്ങോട്ട് പ്രാപിച്ചു തുടങ്ങിയിട്ടുള്ളൂ. അത് ഞങ്ങളുടെ സമ്പത്താന്ന് ഞങ്ങൾക്കറിയാം. ആ സമ്പത്ത് പ്രാപിക്കുമ്പോൾ ഞങ്ങൾ ആശ്വാസമുള്ളവരായി തീരും. ക്രിസ്തുവിൽ നിന്ന് പ്രാപിക്കുന്ന സമ്പത്ത് നമുക്ക് ആശ്വാസം തരുമെന്ന്, ആ എൻകറേജ്മെന്റ് തരും. എന്തിനാണെന്നറിയാമോ? ഞങ്ങളെ കളങ്കമില്ലാത്ത നിർമ്മല കന്യകയായി മണവാട്ടിയായി ദൈവത്തിൽ നിർത്തുവാൻ ക്രിസ്തു തന്നെത്താൻ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ഞങ്ങളും ക്രിസ്തുവിന് വേണ്ടി ഞങ്ങളെ തന്നെ ഫലമേൽപ്പിക്കും. ഇന്ന് രാത്രി കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രാണവേദനയിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾ അറിയണം, നിങ്ങൾ ഓർക്കും എനിക്ക് നിങ്ങളെ മുഖാമുഖമായി കാണാത്തതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, എനിക്കൊരു അഗണിയുമില്ല, എനിക്കൊരു പോരാട്ടമില്ല. അങ്ങനല്ല. എഫെസോസിലുള്ളവർക്ക് വേണ്ടി മാത്രമല്ല, കൊരിന്ത്യയിലുള്ളവർക്ക് വേണ്ടി മാത്രമല്ല, ഗലാത്യക്കാർക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ നേരിട്ട് മുഖം കാണാത്ത കൊലോസ്യർക്കും ലവോദിക്കയിലുള്ളവർക്കും വേണ്ടി ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു, ഞാൻ എത്രമാത്രം പ്രാണവേദനയിൽ പ്രാർത്ഥനയിൽ പോരാടുന്നു. വചനത്തിൽ നിങ്ങൾക്ക് വേണ്ടി പൂർണ്ണ വചനം ലഭിപ്പാൻ ഞാൻ എത്രയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നു നിങ്ങൾ അറിയണം. എന്റെ ഹാർഡ് വർക്കിന്റെ പിന്നിൽ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, നിങ്ങളുടെ സമ്പത്ത് മേടിക്കാനല്ല, പിന്നെയോ നിങ്ങൾ ക്രിസ്തുവിന്റെ സമ്പത്ത് കൈമാറാൻ. ഇന്നത്തെ പല പോരാട്ടം എന്തിനു വേണ്ടിയാ? ഇങ്ങോട്ട് മേടിക്കാൻ. പക്ഷെ അപ്പോസ്തലൻ പറയാണ്, എനിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ക്രിസ്തുവിലുള്ള സമ്പത്ത് നിങ്ങൾക്ക് ലഭിച്ച് നിങ്ങളെ പക്വതയുള്ളവരാക്കി നിർത്തണം. അതിനുവേണ്ടി ഞാൻ വലിയ പോരാട്ടം കഴിക്കുന്നു. ആ പോരാട്ടത്തിന് പറയുന്ന ആ പ്രാണവേദന, എനിക്ക് ആ പ്രാണവേദനയുണ്ട്. നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ പ്രിയമുള്ളവരെ, അങ്ങനെ പ്രാണവേദനയോടെ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തോണം, അത് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയാ, അത് ദൈവം ഏൽപ്പിച്ച നിയോഗമാ. ആ നിയോഗം ചെയ്യാൻ ശക്തിയില്ലെന്ന് പലപ്പോഴും തോന്നും. അപ്പോൾ പറയണം, ദൈവമാണ് നിയോഗം ഏൽപ്പിച്ചെങ്കിൽ എവിടെ നിന്ന് വരും ജ്ഞാനം? ക്രിസ്തുവിൽ നിന്ന് വരും. ശക്തി എവിടെ നിന്ന് വരും? ക്രിസ്തുവിൽ നിന്ന് വരും. അങ്ങനെ ആ വേല തികച്ചുകൊണ്ട് നമുക്കും നമ്മളെ ഏൽപ്പിച്ച നിയോഗങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കഠിനാധ്വാനത്തോടെ പോരാട്ടം കഴിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, അനേകരെ നിർത്തുവാൻ ദൈവം നമ്മളെ ഉപയോഗിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ.